അങ്ങനെ ഞാനും ഉണ്ടാക്കി മാംഗോ പുഡിംഗ്. മാംഗോ സീസൺ കഴിയുമ്പോഴേക്കും വേഗം ഉണ്ടാക്കി നോക്കിക്കോട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഈ പുഡിംഗ്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല മധുരവും ഉണ്ടെങ്കിൽ പുഡിംഗ് നല്ല ടേസ്റ്റി ആയിരിക്കും. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഫ്ലഷ് മാത്രം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് പാല്, 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, അരച്ചു വെച്ച മാങ്ങയുടെ പൾപ്പിൽ നിന്ന് 1/4 കപ്പ് എടുത്ത് അതേ ജാറിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം 1 കപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ക്രീം ഒന്ന് തിക്കാവുന്ന വരെ ബീറ്റ് ചെയ്യാം. അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും അരച്ചു വെച്ച മാങ്ങയുടെ പൾപ്പിൽ നിന്ന് 1/4 കപ്പ് പൾപ്പും എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അതിൻ്റെ മൊരിഞ്ഞ 4 ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം മാങ്ങയുടെ പൾപ്പിൽ നിന്ന് കുറേശ്ശെ എടുത്ത് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തിട്ട് റോളാക്കി പുഡിംഗ് ഉണ്ടാക്കുന്ന ട്രേയിൽ നിരത്തി വയ്ക്കാം. പുഡിംഗ് ട്രേ എത്രത്തോളം വലിപ്പമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് എടുക്കാൻ. ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്രെഡ് റോള് വീണ്ടും വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രഷ് ക്രീം ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാംഗോ കഷ്ണങ്ങളാക്കിയതോ എന്ത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഈ മാംഗോ പൾപ്പ് ബാക്കി വന്നത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. 3-4 മണിക്കൂറിന് ശേഷം ഇതുപോലെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.